ഇന്ന് നമ്മൾ നോക്കുന്നത് CBSE 7ാം ക്ലാസ്സിലെ ഹിന്ദി ദുർവ ടെക്സ്റ്റ് ബുക്കിൻ്റെ 7ാമത്തെ പാഠം. 7ാമത്തെ പാഠത്തിലെ പുസ്തകെ ജോ അമർ ഹെ, പുസ്തകങ്ങൾ മരണമില്ലാത്തതാണ്, മരണമില്ലാത്ത അക്ഷരങ്ങൾ, മരണമില്ലാത്ത പുസ്തകങ്ങൾ, ഇതിനെക്കുറിച്ചായിരുന്നു നമ്മൾ നോക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ആദ്യം കാണും. ഇത് ലാസ്റ്റ് പാർട്ടാണ്, അതിൻ്റെ സെക്കൻഡ് പാർട്ട് ലാസ്റ്റ് പാർട്ട്. किताबों को इस प्रकार नष्ट करने का यह एकमात्र ഉദാഹരണം नहीं है. പുസ്തകങ്ങളെ നശിപ്പിച്ചതിനെക്കുറിച്ചും എല്ലാമായിരുന്നു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ നോക്കിയത്. അങ്ങനെ പുസ്തകങ്ങളെ ഇങ്ങനെ നശിപ്പിക്കുന്നത് അതിനുള്ള ഒരേ ഒരു ഉദാഹരണം മാത്രം ആയിരുന്നില്ല നമ്മൾ മുമ്പ് കണ്ടത്, ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. 6वीं शताब्दी में नालंदा विश्वविद्यालय उन्नति के शिखर पर था. 6ാം നൂറ്റാണ്ടിലെ നളന്ദ വിശ്വവിദ്യാലയം ഉന്നതിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് ഉൻ ദിനോ പ്രസിദ്ധ വിദ്വാൻ एवं चीनी यात्री ഹുവേൻ ത്യാങ് വഹാ അധ്യയൻ കർത്താ ഥാ. ആ സമയത്ത് ഈ നളന്ദ വിശ്വവിദ്യാലയത്തിൽ, ആ യൂണിവേഴ്സിറ്റിയിൽ, നളന്ദ യൂണിവേഴ്സിറ്റിയിൽ ഹുവേൻ ത്സാങ് അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. ഏക് രാത് സപ്നെ മേ ഉസ്നെ ദേഖ, ഒരു രാത്രി സ്വപ്നത്തിൽ അദ്ദേഹം കണ്ടു, വിശ്വവിദ്യാലയ കാ സുന്ദർ ഭവൻ കഹി ഗായബ് ഹോ ഗയാ ഹെ. വിശ്വവിദ്യാലയത്തിൻ്റെ, ആ യൂണിവേഴ്സിറ്റീൻ്റെ കെട്ടിടം എവിടെയോ കാണാനില്ല, അതവിടെ ഇല്ല. और वहाँ शिक्षकों और विद्यार्थियों के स्थान पर भैंसें बांधी हुई है. അവിടെ ടീച്ചർമാരുടെയും വിദ്യാർത്ഥികളുടെയൊക്കെ സ്ഥാനത്ത് പോത്തുകളെയാണ് കെട്ടിയിരിക്കുന്നത്. അങ്ങനെ ഒരു സ്വപ്നമായിരുന്നു അദ്ദേഹം കണ്ടത്. ഈ സ്വപ്ന ലഗ്ഭഗ് സച്ച് ഹി ഹോ ഗയ. ഈ സ്വപ്നമെന്ന് പറയുന്നത് സത്യമായി മാറി. ജബ് ആക്രമണകാരിയോ ने विश्वविद्यालय के विशाल पुस्तकालय के 3 विभागों को जलाकर राख कर दिया. അപ്പോൾ ആക്രമണകാരികൾ ആ വിശ്വവിദ്യാലയത്തിലെ ലൈബ്രറിയുടെ 3 വിഭാഗം, 3 ഡിപ്പാർട്ട്മെൻറ്റ് കംപ്ലീറ്റായിട്ട് കത്തിച്ച് ചാരമാക്കി. एक समय था जब प्राचीन नगर सिकंदरिया में एक बहुत बड़ा पुस्तकालय था. ഒരു സമയത്ത്, ഒരു പ്രാചീന സമയത്ത്, പണ്ട് സിക്കന്ദരിയ, അവിടെ ഒരു വലിയ പുസ്തകാലയം എന്ന് പറഞ്ഞാൽ ലൈബ്രറി ഉണ്ടായിരുന്നു. इसमें अनेक देशों से जमा पांडुലിപിയാ थी. ആ ലൈബ്രറിയിൽ പല രാജ്യത്തിൽ നിന്നും കൊണ്ടുവന്ന കൈകൊണ്ടെഴുതിയ പുസ്തകങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനെയാണ് ഈ പാണ്ഡുലിപി എന്ന് പറയുന്നത്. अनेक देशों से सैकड़ों लोग इनमें भारतीय भी थे. अध्ययन करने यहाँ जाते थे, वहाँ जाते थे. ലോകത്ത് നിന്നും നൂറുകണക്കിന് ആൾക്കാർ, അതിൽ ഭാരതീയരുമുണ്ട്, പഠിക്കാനായിട്ട് ആ വിശ്വവിദ്യാലയം അല്ലെങ്കിൽ ആ പുസ്തകാലയ ലൈബ്രറിയിൽ പോകുമായിരുന്നു. ഈ അൻമോൽ പുസ്തകാലയ 7वीं शताब्दी में जानबूझकर जला दिया. 7ാം സെഞ്ചുറിയിൽ, 7ാം നൂറ്റാണ്ടിൽ ഈ അമൂല്യമായ ഈ പുസ്തകാലയം, ഈ ലൈബ്രറി കത്തിച്ചു കളഞ്ഞു. इसे नष्ट करने वाले आक्रमणकारी की दलील ये भी थी कि अगर इन अनगिनत ग्रंथों में वह नहीं लिखा है जो उनके धर्म की पवित्र पुस्तक में लिखा है. ആ ആക്രമണകാരികൾ, ആക്രമണം ചെയ്ത കത്തിച്ച ആ ലൈബ്രറി കത്തിച്ച ആൾക്കാർ പറയുന്നത് അവരുടെ ധർമ്മപുസ്തകം, അവരുടെ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കിൽ
എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അതിലെഴുതിയ എല്ലാ കാര്യങ്ങളും ഇതിലില്ല താനും. തോ ഉനെ പഠനയ്ക്ക് കോയി ജറൂറത്ത് നെയ്യേ. അതുകൊണ്ട് ഈ പുസ്തകങ്ങളെ അവരുടെ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കുകളാണ് വായിക്കേണ്ടതെന്നും അതല്ലാതെ പുസ്തകങ്ങൾ വേറെ പുസ്തകങ്ങളൊന്നും വായിക്കേണ്ടതില്ല എന്നും अगर ये पुस्तकें वही कहते हैं जो उसके पवित्र ग्रंथ में पहले ही कह रखा है तो उन पुस्तकों को रखने का कोई लाभ नहीं है. അതല്ല ഈ പുസ്തകങ്ങളിലും അവരുടെ റിലീജിയസ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പറയുന്നതെങ്കിൽ ഈ പുസ്തകങ്ങൾ വയ്ക്കുന്ന കാര്യമില്ല. അപ്പോൾ റിലീജിയസ് ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചാൽ മതി എന്നായിരുന്നു അവരുടെ ഭാഷ്യം, അവരുടെ ഒപ്പീനിയൻ. इस प्रकार कई बार विद्या और ज्ञान के शत्रुओं ने पुस्तकों को नष्ट किया. അപ്പം അങ്ങനെ ഈ അറിവിൻ്റെയും വിദ്യയുടെയൊക്കെ ശത്രുക്കൾ ഇങ്ങനെ പുസ്തകങ്ങളെ നശിപ്പിച്ചു. किंतु वही किताबें जिनके बारे में सोचा जाता था कि वे हमेशा के लिए बर्बाद कर दी गई है फिर से अपने पुराने या नए रूपों में പ്രകട്ട് ഹോത്തി രഹി. അപ്പോൾ ആ സമയം വിചാരിച്ചത് ഇങ്ങനെ പുസ്തകങ്ങൾ നശിപ്പിച്ചു കഴിയുമ്പോൾ അത് കംപ്ലീറ്റായിട്ട് നശിച്ചു പോകുമെന്നും ഒക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ആ പഴയ രീതിയിലോ അല്ലെങ്കിൽ പുതിയ രീതിയിലോ ആയിട്ട് ആ പുസ്തകങ്ങൾ വീണ്ടും ജന്മമെടുക്കും, അല്ലെങ്കിൽ ജന്മമെടുത്തു. ആ പുസ്തകങ്ങൾ വീണ്ടും ഉണ്ടായി. ठीक भी है, पुस्तकें मनुष्य की चतुराई, अनुभव, ज्ञान, भावना, कल्पना, दूरदर्शिता इन सब से मिलकर बनती है. ഈ പുസ്തകങ്ങളെല്ലാം മനുഷ്യൻ്റെ ക്ലവർനെസ്സും എക്സ്പീരിയൻസും അതിൻ്റെ നോളജും ഭാവനയും കൽപ്പനയും ദീർഘവീക്ഷണമൊക്കെ കൊണ്ടുണ്ടാകിയ പുസ്തകങ്ങളാണിത്. यही कारण है कि पुस्तकें नष्ट कर देने से मनुष्य में ये गुण समाप्त नहीं हो जाते. പുസ്തകങ്ങൾ ഉണ്ടാക്കിയത് ഈ ഗുണങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ്റെ. ആ ഗുണങ്ങൾ ഒരിക്കലും നശിക്കാത്തതുകൊണ്ട് പുസ്തകങ്ങളും ഒരിക്കലും നശിക്കില്ല. दूसरी शताब्दी में ഡാനിഷ് പാദ്രി, ഡാനിഷിലെ ഒരു പള്ളിയിലെ അച്ഛൻ പാദ്രി ബെൻ ജോസഫ് अकीबा कि उसकी पंडित पूर्ण पुस्तक के साथ जला दिया गया. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളോടൊപ്പം കത്തിച്ചു ഈ ബെൻ ജോസഫ് അക്കീബയെ, ആ അച്ഛനെ. तो उसके अंतिम शब्द याद रखने योग्य है. അദ്ദേഹത്തിൻ്റെ അന്തിം ശബ്ദ, ലാസ്റ്റ് വേർഡ്സ് നമുക്ക് ഓർത്തു വയ്ക്കാൻ തക്ക യോഗ്യതയുള്ളതാണ്. എന്താ പറഞ്ഞത് അദ്ദേഹം? കാഗജ് ഹി ജൽത്താ ഹെ ശബ്ദ് തോ ഉഡ് ജാത്തെ ഹെ. നിങ്ങൾ കത്തിക്കുന്ന പുസ്തകങ്ങൾ കത്തുമായിരിക്കാം, ആ പേപ്പറുകൾ കത്തുമായിരിക്കാം, പക്ഷേ ആ ശബ്ദം, ആ വേർഡ്സ്, അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉഡ് ജാത്തെ ഹെ. അതൊരിക്കലും നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല, അതൊരിക്കലും നിങ്ങൾക്ക് കത്തിക്കാൻ കഴിയില്ല. ऐसे भी लोग हैं जिन्हें पुस्तकें प्राणों से भी प्यारी होती हैं. അങ്ങനെയും ആൾക്കാരുണ്ട്, അവർക്ക് പുസ്തകങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ജീവനേക്കാളും വലുതാണ്. अपनी मनपसंद पुस्तकों के लिए वे बड़े से बड़े खतरा झेल सकते हैं. അവരുടെ പുസ്തകങ്ങൾ, അവർക്കിഷ്ടമുള്ള പുസ്തകങ്ങൾക്ക് വേണ്ടി എത്ര വലിയ ഡേഞ്ചർ, എത്ര വലിയ ചലഞ്ചും ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ്. ऐसे भी लोग हैं जो अपनी प्रिय पुस्तकों के खो जाने पर परेशान नहीं होते क्योंकि समूची पुस्तक उन्हें ജബാനി യാദ് ഹോത്തി ഹെ. അപ്പോൾ ചില ആൾക്കാരുണ്ട്, അവരുടെ പുസ്തകങ്ങൾ നശിച്ചാൽ പോലും അവർക്കൊരു പ്രശ്നവുമില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം ആൾക്കാർക്ക് നാവിൻ തുമ്പിലുണ്ട്, അവർക്കെല്ലാം മനഃപ്പാഠമാണ്. അപ്പോൾ പുസ്തകങ്ങൾ നശിച്ചാലും അവരുടെ ആ പുസ്തകങ്ങളിലെ കണ്ടൻറ് ഒരിക്കലും നശിക്കാൻ പോകുന്നില്ല. പുരാനെ ജമാനെ മേ ലിഖേ ഹുയെ കോ കണ്ടസ്ത് കർ എന്ന് പറഞ്ഞാൽ
മനഃപ്പാഠം പഠിക്കുക. कंदस्त घर लोगों का कर लेने का लोगों का अनोखा ढंग था. പുരാനെ ജമാനമേ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളിലെ കാര്യങ്ങൾ മനഃപ്പാഠം പഠിച്ച് വെക്കുക, അങ്ങനെ ഒരു ഗുണം ആൾക്കാർക്കുണ്ടായിരുന്നു. യുനാനി മഹാകവി ഹോമർ, യുനാനിയിലെ മഹാകവിയായ ഹോമർ, ജിസ്കാ കാൽ ഈസാ സെ 900 വർഷ പൂർവ്വ ഹെ, യേശു ക്രിസ്തുവിനേക്കാളും 900 വർഷം മുമ്പുള്ള ഈ മഹാകവി ഹോമർ കെ മഹാകാവ്യ ഇലിയഡ്, അദ്ദേഹത്തിൻ്റെ മഹാകാവ്യമായ ഇലിയഡ് തഥാ ഒഡീസി पेशेवर गाने वालों की पीढ़ी दर पीढ़ी को कंठस्थ थे. അതുപോലെ തന്നെ ഒഡീസിയിലെ പേശേവർ ഗാനെ, അവരുടെ ആ ഗാനങ്ങൾ ഒരു ജനറേഷൻ കഴിഞ്ഞ അടുത്ത ജനറേഷൻ, പീഡി ദർ പീഡി എന്ന് പറഞ്ഞാൽ ഓരോ ജനറേഷനിലെ ആൾക്കാർക്കും അത് മനഃപാഠമാണ്. इन दोनों महाकाव्यों में कुल मिलाकर 28,000 पंक्तियाँ हैं. അങ്ങനെ ഈ രണ്ട് മഹാകാവ്യത്തിലും ടോട്ടലായിട്ട് 28,000 28,000 പേജുകളുണ്ട്. കുച്ച് ചരൺ തോ ഇസ്സെ ചോഗുന യാദ് കർ സക്തേ ഹൈ. ഇതിന് നാലിരട്ടി ആൾക്കാർക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, ഓർത്തു വയ്ക്കാൻ സാധിക്കും ഇതെല്ലാം. ഭാരത് മേ സദാ സെ കई ഭാഷാएं बोली जाती रही हैं. ഭാരതത്തിൽ ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്നുണ്ട്. കിന്തു പുരാനെ ജമാനെ മേ സംസ്കൃത് കാ പ്രയോഗ് സാരെ ഭാരത് മേ ഹോത്താ ഥാ. പണ്ട് കാലത്ത് ഒരുപാട് മുമ്പ് സംസ്കൃത ഭാഷ മൊത്തം ഭാരതത്തിൽ സംസാരിക്കുമായിരുന്നു, ഉപയോഗിക്കുമായിരുന്നു. भारत के कोने कोने से कवियों और विद्वानों ने संस्कृत के जरिए ही भारतीय साहित्य का भंडार भरा. അതായത് ഭാരതത്തിൻ്റെ മുക്കിലും മൂലയിലുമുള്ള കവികളും വിദ്വാൻമാരും സംസ്കൃതത്തിൻ്റെ സഹായത്തിലാണ് ഭാരത സാഹിത്യത്തിൻ്റെ ഖജനാവ് നിറച്ചത്. प्राचीन भारत का दर्शन तथा विज्ञान दूर दूर के देशों तक फैला. പ്രാചീന ഭാരതത്തിലെ വ്യൂസും ദർശൻ അതുപോലെ തന്നെ വിദ്യയും വിജ്ഞാനം ദൂർ ദൂർ കെ ദേശോ തക്, വളരെ ദൂരെയുള്ള രാജ്യങ്ങൾ വരെ അത് ഫേല എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു. हिमालय पर्वत और गहरे गहरे सागरों के पार करके भारत की कहानियाँ का भंडार, कथा, सरित सागर, पंचतंत्र और जातक और दूर दूर देशों तक पहुँचा. അങ്ങനെ പഞ്ചതന്ത്രവും കഥാ സരിത് സാഗറും ജാതക്കും അങ്ങനെയുള്ള കഥകളെല്ലാം ഹിമാലയ പർവ്വതം ഭേദിച്ച് അതുപോലെ തന്നെ വളരെ ആഴമുള്ള കടലുകൾ കടന്ന് മറ്റ് ദേശങ്ങളിലോട്ടെത്തി. यह भी सब जानते हैं कि बाइबल के अनेक दृष्टांतों यूनानवासी ईसोप के किस्सों, जर्मनी के ग्रीम बंधुओं और डेनमार्क के हैंस एंडरसन की കഥാओं के मूल भारत में ही है. അതുപോലെ തന്നെ ബൈബിളിൻ്റെ കുറച്ച് കാര്യങ്ങളും അതുപോലെ ഈസോപ്പ് കഥകളും ജർമ്മനിയിലെ ഗ്രീൻ ബന്ധുവിൻ്റെ കഥകളും ഡെൻമാർക്കിലെ ഹാൻസ് ആൻഡർസൺ അവരുടെ കഥകളും അതിനെല്ലാം ബേസ് എന്ന് പറയുന്നത് ഭാരതം തന്നെയാണ്. സാഹിത്യ की दृष्टि से भारत का अतीत महान है. സാഹിത്യത്തിൻ്റെ ദൃഷ്ടിയിൽ ഭാരതത്തിൻ്റെ പാസ്റ്റ്, അതീത് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് എന്ന് പറയുന്നത് വളരെ മഹാനാണ്, വളരെ നല്ലതാണ്. ഇസ്മേ ശക് നഹി, അതിൽ ഒരു സംശയവും ഇല്ല.
മനോജ് ദാസ് എഴുതിയ ഈ ഒരു ഉപന്യാസം, നമുക്ക് പറയാം എസ്സേ ആണ് നമ്മൾ നോക്കിയത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ കുറച്ച് ശബ്ദാർത്ഥങ്ങൾ നോക്കാം. അജീബ് എന്ന് പറഞ്ഞാൽ അനോഖ, അത്ഭുതപരമായ, അജീബ്. നരാജ്ഗി എന്ന് പറഞ്ഞാൽ ഗുസ്സ, ക്രോധം. കർ എന്ന് പറഞ്ഞാൽ ലഗാൻ അല്ലെങ്കിൽ ടാക്സ്. പാണ്ഡുലിപിയ പുസ്തകി ഹസ്ത് ലിഖിത് പ്രതി, അതായത് കൈകൊണ്ട് എഴുതിയ കോപ്പി ആണ് പാണ്ഡുലിപി. കൃത്രിം എന്ന് പറഞ്ഞാൽ നക്ലി, ബനാവട്ടി, കൃത്രിമമായി സൃഷ്ടിച്ച. ജമ എന്ന് പറഞ്ഞാൽ ഇക്കട്ടി, കളക്ട് ചെയ്യുക, ശേഖരിക്കുക. അൻഗിനത് എന്ന് പറഞ്ഞാൽ ജിസ്കി ഗിൻതി നാ ഹോ സക്കെ, എണ്ണാൻ പറ്റാത്ത. ദൂർദർശത, ആഗേക്ക് സോച്ന എന്ന് പറഞ്ഞാൽ ദീർഘദൃഷ്ടി. ജബാനി, മൗഖിക്, അതായത് വായു കൊണ്ട് പറയുന്ന, ഓറൽ. അതുപോലെ ചരൺ, യശ്ഗാൻ കർണേവാല സമുദായം. ചാരൺ എന്ന് പറഞ്ഞാൽ യശ്ഗാനം, ആലപിക്കുന്ന സമുദായം. അതീത്, ബീതാ ഹുവ, സമയം, അതായത് കഴിഞ്ഞുപോയ സമയം അല്ലെങ്കിൽ പാസ്റ്റ്. ഷക്ക് എന്ന് പറഞ്ഞാൽ സന്ദേഹ്, ഷക്ക്, ഡൗട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.